രാത്രിയോടുകൂടി തന്നെ പ്രതികൂലമായ അവസ്ഥയായിരുന്നു. മഴ ചില ശക്തി പ്രാപിക്കുന്ന മഴ. എന്നാലും നമ്മൾ ആ റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളത് ഓൾമോസ്റ്റ് ഇന്നലെ രാവിലെ 4 മണിയോട് തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ചു. പിന്നെ നേരം പുലർന്നതിന് ശേഷം അതിൻ്റെ പൂർണ്ണമായിട്ടും ആ രീതിയിലായി മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇനി ഈ 4 മേഖല എന്നുള്ളത് നമുക്കത് കണ്ട തെരച്ചിലിന് സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി 4 ടീമിനെ വെച്ചതാണ്. ആ 4 ടീമിന് 4 ഏരിയ ഫിക്സ് ചെയ്ത് കൊടുത്തു. ആ 4 ഏരിയയിൽ അവർക്കുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ അവർക്ക് നൽകി കഴിഞ്ഞു. അപ്പോൾ അവരെ പ്രവർത്തനമായിട്ട് സജ്ജമായ രീതിയിൽ പോകുന്നു. ശക്തമായ മഴ നമുക്കിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സന്ധ്യയോട് കൂടി തന്നെ വൈകുന്നേരത്തോടു കൂടി തന്നെ നമുക്ക് മണ്ണ് മുഴുവൻ നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കൂടുതൽ ഉപകരണങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് എത്രമാത്രം ഇനി ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ യോഗത്തിൽ നിന്ന് തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അതിനാവശ്യമായ ഉപകരണങ്ങളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തി ഇന്ന് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് തീർക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ പേര് തെരച്ചിലിനെത്തുകയും കൂടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ തെരച്ചിലിനെത്തുകയും കൂടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ 5 പേരാണ് നമുക്ക് ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി വൈകിയും തെരച്ചിലിന് നേതൃത്വം കൊടുത്ത മഴയൊരു ചെറിയ തടസ്സം അതുകൊണ്ട് തന്നെ ഇന്നലെ തെരച്ചിലിന് നിന്ന ആളുകളൊക്കെ മാറ്റിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് വീണ്ടും കഴിയില്ല. പുതിയ ടീമിനെയാണ് എല്ലാവരും, ഫയർഫോഴ്സ് ആയാലും അതുപോലെ NDRF ആയാലും SDRF ആയാലും ഒക്കെ തന്നെ പുതിയ ടീമിന്, പോലീസ് ഉൾപ്പെടെ പുതിയ ടീമിനെയാണ് ഇന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അവർക്ക് ഊർജ്ജത്തോടുകൂടി തെരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ കഴിയും. അത് വേഗത്തിലാക്കണം, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അത് കണ്ടെത്താൻ കഴിയുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതനുസരിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. മറ്റ് കാര്യങ്ങളിലൊക്കെയുള്ള നമ്മൾ ഇത് എങ്ങനെ സംഭവിച്ചു, ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു അന്വേഷണത്തിലേക്കൊക്കെ എത്തിയോ നമ്മൾ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിക്കുക. ഔദ്യോഗികമായി തന്നെ അതിന് വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ കുടുംബത്തിന് ദുരിതാശ്വാസം നൽകുക, അവരുടെ സഹായങ്ങളൊക്കെ ഉള്ള തീരുമാനം ഉടൻ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഉടൻ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഇനി ഉണ്ടായിരിക്കും. ഉച്ചയോട് കൂടിയല്ലേ ഉച്ചയോടെ മുഖ്യമന്ത്രി എത്തും. മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കും. അതുപോലെ ഹോസ്പിറ്റലിൽ പോകും. അദ്ദേഹം ഇവിടെയുള്ള ജില്ലാ ഓഫീഷ്യൽസുമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തും.